ഹലോ സ്റ്റുഡൻസ്, നമ്മളെ അടുത്ത ടോപ്പിക്ക് ക്രാമേഴ്സ് റൂൾ എന്ന ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് ക്രാമേഴ്സ് റൂൾ. ഈ ക്രാമേഴ്സ് റൂളിൽ നിന്നും ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ക്രാമേഴ്സ് റൂൾ സിമ്പിളാണ്, കുറച്ച് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 5 മാർക്ക് കിട്ടും, മിനിമം 5 മാർക്ക് കിട്ടും, മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എഴുതി ഈ ടോപ്പിക്കിലുള്ള പ്രോബ്ലംസ് പഠിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് a1x + b1y = c1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ a2x + b2y = c2. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇനി എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ എന്ന് പറയും. a1 b1 a2 b2 c1 c2 ഒക്കെ കോൺസ്റ്റൻസ്. എക്സും വൈയും വേരിയബിൾസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ 2 വേരിയബിളുണ്ട്, 2 ഇക്വേഷനുണ്ട്. എന്നിട്ട് ഇതിനെ സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കണം. ഇത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഇതിനെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ച് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. അതിന് പറയുന്ന പേരാണ് ക്രാമേഴ്സ് റൂൾ. അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡെൽറ്റ = ആദ്യം ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യും. ആ ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യാനായിട്ട് എടുക്കുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് a1, വൈയുടെ കോഎഫിഷ്യൻ്റ് b1. അതിനെ ഫസ്റ്റ് റോ ആക്കി എഴുതണം. a1 b1 ഫസ്റ്റ് റോ. എവിടെ നിന്നാണ് a1 b1 കിട്ടുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് a1 b1. അടുത്ത സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് a2 b2. അത് രണ്ടാമത്തെ റോ ആയിട്ട് എഴുതണം, a2 b2. അപ്പം ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് നമ്മൾ ഫോം ചെയ്തു. അടുത്ത ഡെൽറ്റ 1 എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യണം. ഡെൽറ്റ 1 = അത് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് ഡെൽറ്റയാണ് നമ്മൾ ആദ്യം ഫോം ചെയ്യുന്നത്. ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം a1 a2 അല്ലേ, ആ a1 a2 മാറ്റിയിട്ട് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കോൺസ്റ്റൻസ് c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ c1 c2 എന്ന് വരും. b1 b2 അതിന് മാറ്റമില്ല. അപ്പം ഡെൽറ്റ 1 കിട്ടാൻ ചെയ്തത് എന്താണ്? ആദ്യം ഡെൽറ്റ ആണ് എടുത്തത്. ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ c1 c2 രണ്ടാമത്തെ കോളം b1 b2. ഇനി ഡെൽറ്റ 2 എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യണം. ഡിറ്റർമിനൻ്റ് ഇവിടെ ചെയ്യുന്നത് എന്താ? ഡെൽറ്റയിൽ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റയുടെ സെക്കൻഡ് കോളം മാറ്റണം. ഡെൽറ്റ 1 കിട്ടാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളം മാറ്റി. ഡെൽറ്റ 2 കിട്ടാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് കോളം മാറ്റണം. ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല, a1 a2. സെക്കൻഡ് കോളം മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഈ c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ 3 ഡിറ്റർമിനൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് 2/2 ഡിറ്റർമിനൻറ്റ്സ്. ഇനി എക്സിന് കാണാനുള്ള ഫോർമുല, എക്സ് കിട്ടാനുള്ള ഫോർമുല ഇതാണ്. x = ഡെൽറ്റ 1/ഡെൽറ്റ, y = ഡെൽറ്റ 2/ഡെൽറ്റ. അപ്പം പൂർണ്ണമായിട്ടും ഡിറ്റർമിനൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ആദ്യം ഫോം ചെയ്യണം. ഡെൽറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് a1 b1 ഫസ്റ്റ് റോ, സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് a2 b2 സെക്കൻഡ് റോ. ഇപ്പം നമുക്കൊരു ഡിറ്റർമിനൻ്റ് കിട്ടി. ഡെൽറ്റ 1 കിട്ടാനായിട്ട് ഡെൽറ്റ എന്ന ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് a1 a2, അതായത് ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെക്കൻഡ് കോളം b1 b2. ഡെൽറ്റ 2 കിട്ടാനായിട്ട് സെക്കൻഡ് കോളം മാറ്റണം. ഫസ്റ്റ് കോളം a1 a2, സെക്കൻഡ് കോളം ഈ b1 b2 പകരം റൈറ്റ് സൈഡിലുള്ള c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ കിട്ടി, ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2 കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ 1ൻ്റെ വാല്യൂവിനെ ഡെൽറ്റയുടെ വാല്യൂ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വൈ എന്ന് പറയുന്നത് ഡെൽറ്റ 2 എന്നൊരു വാല്യൂ ആണ്, അതിന് ഡെൽറ്റ എന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടും. ഇതാണ് ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞത്. ഇവിടെ 2 വേരിയബിളുള്ള ക്രാമേഴ്സ് റൂളാണ്. അടുത്തത് ഒരു പ്രോബ്ലമാണ്. സോൾവ് x - 2y + 1 = 0. അതൊരു ഇക്വേഷനാണ്. അടുത്ത 3x + 2y = 3. അപ്പോൾ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. മെത്തേഡ് ഏതാണ്? യൂസിങ് ഡിറ്റർമിനൻ്റ് മെത്തേഡ്. ഡിറ്റർമിനൻ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രാമേഴ്സ് റൂളാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡിറ്റർമിനൻ്റ് മെത്തേഡ് എന്ന് ചോദിക്കും. നിങ്ങൾ പറയാം നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ക്രാമേഴ്സ് റൂളേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് മെത്തേഡ് അറിയില്ല എന്നൊന്നും പറയരുത്. ഡിറ്റർമിനൻ്റ് മെത്തേഡും ക്രാമേഴ്സ് റൂളും ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ലെഫ്റ്റ് സൈഡിൽ എക്സും വൈയും, റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു +1 ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നു, അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം.
അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് മൈനസ് 2y, ഈ 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1. അടുത്ത ഇക്വേഷൻ 3x + 2y = 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിക്കാനായിട്ട് ഡെൽറ്റ കണ്ടുപിടിക്കണം. ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് കോഎഫിഷ്യൻസ്. ഇവിടെ എക്സിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ അത് 1 എന്നാണ് അർത്ഥം. എക്സ് മാത്രം ഉണ്ടെങ്കിൽ 1 × x എന്നാണ്. അപ്പം കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഇവിടെ വൈയുടെ കൂടെ ഉള്ളത് -2 ആണ്. ചിഹ്നം ഉൾപ്പെടെ എടുക്കണം, അല്ലാതെ വെറുതെ 2 മാത്രം എടുത്താൽ പോരാ. അപ്പോൾ -2. സെക്കൻഡ് റോയിൽ 3 2 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2, -3ഉം -2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആണ്. പിന്നെ മൈനസ് ആയതുകൊണ്ട് -6 എന്ന് എഴുതും. 2 - -6 എന്ന് പറഞ്ഞാൽ 2 + 6 = 8. അപ്പോൾ ഡെൽറ്റ കിട്ടി. ഇനി ഡെൽറ്റ 1 വേണം. ഡെൽറ്റ 1 കിട്ടാൻ ചെയ്യേണ്ടത് എന്താ? ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് റൈറ്റ് സൈഡിലെ വാല്യൂ എഴുതണം. റൈറ്റ് സൈഡിലെ വാല്യൂ -13. ഈ 13 ആണ് ഫസ്റ്റ് കോളം. ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം 13. ഈ 13 മാറ്റിയിട്ട് റൈറ്റ് സൈഡിലുള്ള -13 എഴുതണം. ഇത് -2 2. സെക്കൻഡ് കോളത്തിന് മാറ്റമില്ല. ഇനി ഇതിൻ്റെ വില കണ്ടുപിടിക്കണം. -1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -2, -3ഉം -2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -6. -2 + 6 എന്ന് വരും. -2 + 6, അപ്പോൾ 6 - 2 ആണത്, 4. ഇനി നിങ്ങൾ ഡെൽറ്റ 2 കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് എന്ത് ചെയ്യണം? ഡെൽറ്റയുടെ സെക്കൻഡ് കോളം മാറ്റണം. ഡെൽറ്റയുടെ സെക്കൻഡ് കോളം, ഫസ്റ്റ് കോളം 13, സെക്കൻഡ് കോളം -2 2ന് പകരം -13 = 1 × 3 3 -3 × -1 -3. അപ്പോൾ 3 - -3 3 + 3 = 6. അപ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടി, ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2 കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് = ഡെൽറ്റ 1 / ഡെൽറ്റ. ഡെൽറ്റ 1 എന്ന് പറയുന്നത് 4 ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് 8, 4/8 എന്ന് പറഞ്ഞാൽ 1/2. എക്സിൻ്റെ വാല്യൂ 1/2. വൈയുടെ വാല്യൂ ഡെൽറ്റ 2 / ഡെൽറ്റ. ഡെൽറ്റ 2 6 ആണ്, 6/8, അതായത് 3/4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് എക്സും വൈയും കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എഴുതി പഠിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സും വൈയും താഴെയാണ്. 1/x, 2/x, 5/y, അതായത് 1/x 1/y. ഇവിടെ 6/x 7/y. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിനാദ്യം ഡെൽറ്റ കണ്ടുപിടിക്കണം. ഡെൽറ്റ = ഡിറ്റർമിനൻറ്റ് ഇവിടുത്തെ കോഎഫിഷ്യൻസ് 2ഉം 5, 2 5. ഇവിടുത്തെ കോഎഫിഷ്യൻസ് 6ഉം 7. ഫസ്റ്റ് റോയുടെ കോഎഫിഷ്യൻസ് 2 5, സെക്കൻഡ് റോയുടെ കോഎഫിഷ്യൻസ് 6 7. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 - 6 × 5 30. 14 - 30 -16. അടുത്ത ഡെൽറ്റ 1 കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് ഈ ഫസ്റ്റ് കോളം, ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് 3ഉം 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോളം ഓഫ് കോൺസ്റ്റൻസ്. അടുത്ത 5 7. 7 × 3 21 -5 × 5 25. അത് -4 എന്ന് വരും. 21 - 25 -4. അടുത്ത ഡെൽറ്റ 2. ഡിറ്റർമിനൻറ്റ് ഡെൽറ്റയുടെ ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല, 2 6. സെക്കൻഡ് കോളം 5 7 മാറ്റിയിട്ട് 3 5 ഇടണം. ഫസ്റ്റ് കോളം 2 6, സെക്കൻഡ് കോളം ഈ സെക്കൻഡ് കോളം മാറ്റിയിട്ട് 3 5 ഇടണം. അപ്പോൾ ഡെൽറ്റ 2 കിട്ടും. 5 × 2 10 -6 × 3 18. 10 - 18 -8. അപ്പോൾ ഡെൽറ്റ കിട്ടി, ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ല, 1/x ആണ്. ഇവിടെ 1/x 1/y എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് എന്ന് ഇട്ടാൽ തെറ്റിപ്പോകും. 1/x = എന്ന് എഴുതണം.
1/x is equal to delta 1 by delta. Delta 1 എന്ന് പറഞ്ഞാൽ -4 by -16. ഡെൽറ്റ -16 ആണ്. അപ്പോൾ ഈ മൈനസ് മൈനസും ക്യാൻസൽ ആവും. 4ഉം 16ഉം വെട്ടിപ്പോയിട്ട് 1/4. 1/x 1/4 ആണ്. അപ്പോൾ തിരിച്ചിടപ്പോൾ x കിട്ടും. രണ്ട് സൈഡിലും തിരിച്ചിടുക. അപ്പോൾ x എന്ന് പറയുന്നത് 4 എന്ന് വരും. x is equal to 4. 1/x 1/4 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ തിരിച്ചിടപ്പോൾ 4 എന്ന് വരും. അടുത്ത ഡെൽറ്റ 1/y കണ്ടുപിടിക്കണം. ഇവിടെ എക്സും വൈയും അല്ല, അതിന് പകരം 1/xഉം 1/y ആണ്. അതുകൊണ്ടാണ് 1/x is equal to എന്ന് എഴുതുന്നത്. 1/yയുടെ ഫോർമുല ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഡെൽറ്റ 2 -8 ബൈ ഡെൽറ്റ -16. -8 -16 ക്യാൻസൽ ആയാൽ 1/2. 1/y is equal to 1/2. തിരിച്ചിടുമ്പോൾ y is equal to 2. അപ്പോൾ x is equal to 4, y is equal to 2. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 5 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ചോദിച്ചതാണ്. അടുത്ത പ്രോബ്ലമാണ് തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ 1/xഉം 1/y ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ 1/x - 2y + 1 is equal to 0. ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 1നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ -1 എന്ന് കിട്ടും. 1/x - 2y is equal to -1 എന്ന് കിട്ടും. രണ്ടാമത്തത് 3/x + 2y is equal to 3. തൊട്ട് മുമ്പുള്ള പ്രോബ്ലം ചെയ്ത പോലെ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 5 മാർക്ക് കിട്ടും. ഇവിടെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നേരത്തെയുള്ള പ്രോബ്ലത്തിലായിരുന്നു 2 ഇക്വേഷൻസേ ഉള്ളൂ. ഇവിടെ 3 ഇക്വേഷൻ വരുമ്പോൾ 3 വേരിയബിളും ഉണ്ട്. ഒന്ന് എക്സ്, രണ്ടാമത്തെ വൈ, മൂന്നാമത്തത് ഇസഡ്. അപ്പോൾ ഇവിടെ XY ഇസഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതാണ് ഈ തന്നിരിക്കുന്നതാണ് 3 ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കണം. അതിന് ഡിറ്റർമിനൻ്റ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ക്രാമേഴ്സ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യണം. നേരത്തെ നമ്മൾ ഡെൽറ്റ ഫോം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്താ ചെയ്തത്? എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് എടുത്തു. ഇവിടെ എക്സും വൈയും ഇസഡും ഉണ്ട്. അപ്പം എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസ് എടുക്കണം. ഈ ഡെൽറ്റയുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഡെൽറ്റയുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് A1 B1 C1 അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. A1 B1 C1. സെക്കൻഡ് റോ എടുക്കാനായിട്ട് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ A2 B2 C2 എടുക്കുക. അതാണ് സെക്കൻഡ് റോ. തേർഡ് റോ എടുക്കാൻ തേർഡ് റോ എന്ന് പറയുന്നത് തേർഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് A3 B3 ആൻഡ് C3. ഇതാണ് ആദ്യത്തെ ഡിറ്റർമിനൻ്റ്, ബേസ് ഡിറ്റർമിനൻ്റ് ഡെൽറ്റ. ഇനി ഡെൽറ്റ 1 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ A1 A2 A3 അത് മാറ്റിയിട്ട് D1 D2 D3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. D1 D2 D3 സെക്കൻഡ് കോളവും തേർഡ് കോളവും ഡെൽറ്റയുടെ കോളംസ് തന്നെ. ഇവിടെ ഒറ്റ ചേഞ്ച് എന്താണ്? ഫസ്റ്റ് കോളത്തിന് പകരം ഈ റൈറ്റ് സൈഡിൽ D1 D2 D3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. D1 D2 D3 ബാക്കിയൊക്കെ സെയിമാണ്. ഡെൽറ്റ 2 കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ഡെൽറ്റയുടെ സെക്കൻഡ് കോളം മാറ്റണം. B1 B2 B3 മാറ്റിയിട്ട് D1 D2 D3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് കോളം A1 A2 A3, സെക്കൻഡ് കോളം മാറ്റിയിട്ട് D1 D2 D3, തേർഡ് കോളം മാറ്റിയിട്ട് തേർഡ് കോളത്തിന് മാറ്റമില്ല C1 C2 C3. ഇനി ഡെൽറ്റ 3 കിട്ടാനായിട്ട് ഈ ഡെൽറ്റ എന്നുള്ള മാട്രിക്സിൻ്റെ തേർഡ് കോളം മാറ്റണം. C1 C2 C3 മാറ്റിയിട്ട് D1 D2 D3 എടുക്കണം. ഫസ്റ്റ് കോളം സെയിം ആണ്, സെക്കൻഡ് കോളം സെയിം ആണ്. തേർഡ് കോളത്തിന് പകരം D1 D2 D3. അപ്പോൾ ഡെൽറ്റ 1 കിട്ടാനായിട്ട് ഫസ്റ്റ് കോളത്തിന് പകരം D1 D2 D3, ഡെൽറ്റ 2 കിട്ടാൻ സെക്കൻഡ് കോളത്തിന് പകരം D1 D2 D3, ഡെൽറ്റ 3 കിട്ടാൻ തേർഡ് കോളത്തിന് പകരം D1 D2 D3 എടുക്കണം. അപ്പോൾ ഇത് 4 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നിക്കൊക്കെ നമുക്കുണ്ട്. അപ്പോൾ 4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് എക്സിൻ്റെ ഫോർമുല ഇതാണ്. ഡെൽറ്റ 1നെ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. ഡെൽറ്റ 2നെ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ കിട്ടും. ഡെൽറ്റ 3യെ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇസഡ് കിട്ടും. ഇങ്ങനെയാണ് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കണം. ഈ തന്നിരിക്കുന്ന പ്രോബ്ലം 6 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുണ്ട്, സമയമെടുക്കും, തെറ്റിക്കാതെ ചെയ്യുകയും വേണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം ഡെൽറ്റ വേണം. അപ്പോൾ ആദ്യം ഡെൽറ്റ ഫോം ചെയ്യാൻ പോയി. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് ഇത് 2,
ഇവിടെ മൈനസ് ഉൾപ്പെടെ എടുക്കണം. അപ്പോൾ -3 ഇത് ഇസഡിൻ്റെ കൂടെ ഒന്നുമില്ല, 1 × Z എന്നാണ് വരേണ്ടത്. 1 × Z എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 1 എന്ന് എടുത്തോണം. അപ്പോൾ ഇത് 2, ഇത് -3, ഇത് 1. 2 - 3 1. അടുത്തത് 4 ഇവിടെ മൈനസ് ആണ്, -1 എന്ന് കൊടുക്കണം. 1 2 ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 ആണ്. അപ്പോൾ -1. 4 - 1 ഇത് 3. ഇത് 1 ഇവിടെ എക്സിൻ്റെ കൂടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 എന്ന് എടുക്കണം. ഇത് 4 ഇവിടെ മൈനസ് ഉൾപ്പെടെ എടുക്കണം. അപ്പോൾ -2. ഓക്കെ, ഇതാണ് ഡെൽറ്റ. ഇനി ഇതിന് ഇവാലുവേഷൻ ആണ്. അതിന് ആദ്യത്തെ എലമെന്റ് 2 എടുക്കണം. 2 എടുത്തിട്ട് എന്ത് ചെയ്യണം? 2 വരുന്ന റോയും 2 വരുന്ന കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് -3 -1 3 4 -2 എന്ന് കിട്ടും. എന്നിട്ട് മൈനസ് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ എലമെന്റ് -3 എഴുതണം. എന്നിട്ട് -3 വരുന്ന റോ, ഇതാണ് -3 വരുന്ന റോ, ഇതാണ് -3 വരുന്ന കോളം. ബാക്കിയുള്ള എലമെന്റ്സ് 4 3 1 -2. ഇനി പ്ലസ് കൊടുക്കണം. എന്നിട്ട് മൂന്നാമത്തെ എലമെന്റ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 വരുന്ന റോ, ഇതാണ് 1 വരുന്ന റോ, ഇതാണ് 1 വരുന്ന കോളം. 4 -1 അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 - 1 1 4 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 ഇൻറ്റു -2, 2 മൈനസ് പ്ലസ് ആണ്. അപ്പോൾ 1 × 2 എന്ന് വരും, 2 എന്ന് വരും. -4 × 3 12. ഇത് മൈനസ് പ്ലസ് ആണ്, +3 ഇൻറ്റു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 4 × -2 -8 മൈനസ് 1 × 3 3 പ്ലസ് 4 × 4 16 മൈനസ് 1 × -1 -1. ഇത് 2 - 12 ആണ്. 2 - 12 -10. 2 × -10 പ്ലസ് 3 ഇൻറ്റു -11 -8 -3 -11. ഇത് 16 ഇത് പ്ലസ് മൈനസ് പ്ലസ് 1 ആണ്. 16 + 1 പ്ലസ് 16 + 1. ഇത് 2 × -10 -20. ഇത് -33. ഇത് +17 is equal to -20 + 17 -3 -33 -36. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു -36. ഇനി നമുക്ക് ഡെൽറ്റ 1 കണ്ടുപിടിക്കണം. ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം മാറ്റണം. 2 4 1 ആണ് ഫസ്റ്റ് കോളം. അതിന് പകരം -1 11 3. പിന്നെ ബാക്കി രണ്ട് കോളംസ് സെയിം ആണ്. -3 -1 4 1 3 -2. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ -36 എന്ന് കിട്ടി. ഇനി ഡെൽറ്റ 1 ഇതേപോലെ കണ്ടുപിടിക്കണം. ഇനി ഡെൽറ്റ 1നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതിന് ആദ്യത്തെ എലമെന്റ് -1 ഇൻറ്റു ഡിറ്റർമിനന്റ് -1 വരുന്ന റോ -1 വരുന്ന കോളം ഡിലീറ്റ് ചെയ്താൽ -1 3 4 -2. മൈനസ് ഇത് -3 രണ്ടാമത്തെ എലമെന്റ് -3. ഡിറ്റർമിനന്റ് -3 വരുന്ന റോ -3 വരുന്ന കോളം കളഞ്ഞാൽ 11 3 3 -2 പ്ലസ് മൂന്നാമത്തെ എലമെന്റ് 1. ആ 1 വരുന്ന റോയും കോളവും കളയണം. 1 വരുന്ന റോയും 1 വരുന്ന കോളവും പോയാൽ 11 - 1 3 4 അങ്ങനെ വരും. ഇനി ഇതിൻ്റെ ഇവാലുവേഷൻ ആണ്. -1 ഇൻറ്റു -1 ഇൻറ്റു -2 2 എന്ന് വരും. -4 × 3 12. ഇത് +3 ആണ്. 11 × -2 -22. ഇത് -3 × 3 9 പ്ലസ്
1 ഇൻറ്റു 1, അപ്പോൾ 1 എഴുതണമെന്നില്ല. 11 ഇൻറ്റു 4 44 മൈനസ് 3 ഇൻറ്റു -1 -3 ഇസ് ഈക്വൽ ടു മൈനസ് 2 - 12 10 ആണ്, -10. 2 - 12 -10, അപ്പോൾ -10. ഇത് പ്ലസ് 3 ഇൻറ്റു -22 -9 -31 പ്ലസ് 44 പ്ലസ് 3. ഇത് മൈനസ് പ്ലസ് 10. ഇത് -31 ഇൻറ്റു 3. -31 3 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വരും, -93 പ്ലസ് 44 പ്ലസ് 3 47. ഇത് 10 പ്ലസ് 47 57 -93. 57 നിന്ന് 93 സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 57 -93 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും, -36 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇറങ്ങി നമ്മൾ ഡെൽറ്റ 1ൻ്റെ വാല്യൂ -36. അടുത്ത നമ്മൾ ഡെൽറ്റ 2 എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യുകയാണ്. ഡെൽറ്റ 2 ഫോം ചെയ്യാനായിട്ട് സെക്കൻഡ് കോളം മാറ്റണം. ഡെൽറ്റയുടെ സെക്കൻഡ് കോളം മാറ്റണം. ഫസ്റ്റ് കോളം 2 4 1. സെക്കൻഡ് കോളത്തിന് പകരം -1 11 3. തേർഡ് കോളം ഇത് തന്നെ 1 3 -2. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ആദ്യം 2, ഫസ്റ്റ് എലമെന്റ് 2 ഇൻറ്റു 2 വരുന്ന റോയും 2 വരുന്ന കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 11 3 3 -2 എന്ന് കിട്ടും. മൈനസ് സെക്കൻഡ് എലമെന്റ് -1. എന്നിട്ട് -1 വരുന്ന റോയും -1 വരുന്ന കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ 4 3 1 -2 പ്ലസ് തേർഡ് എലമെന്റ് 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 വരുന്ന റോയും പോവും കോളവും പോവും. എന്ത് കിട്ടും? 4 11 1 3. ഇതാണ് 3/3യുടെ ഇവാലുവേഷൻ. ഇനി 2/2. 2 ഇൻറ്റു 11 ഇൻറ്റു -2 -22 മൈനസ് 3 ഇൻറ്റു 3 9. ഇത് മൈനസ് പ്ലസ് 4 ഇൻറ്റു -2 -8 മൈനസ് 1 ഇൻറ്റു 3 3 പ്ലസ് 4 ഇൻറ്റു 3 12 മൈനസ് 1 ഇൻറ്റു 11 11. അപ്പോൾ 12 - 11 is equal to 2 ഇൻറ്റു -22 -9 is -31 മൈനസ് -8 -3 -11. 12 - 11 1 is equal to ഇത് -62 -11 plus 1 is -10 is equal to -72 എന്ന് വരും. അപ്പോൾ ഡെൽറ്റ 2ൻ്റെ വാല്യൂ -72. അപ്പോൾ ഡെൽറ്റ കിട്ടി, ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2 കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടെ കണ്ടുപിടിക്കാനുണ്ട്, അത് ഡെൽറ്റ 3 ആണ്. അടുത്തത് ഡെൽറ്റ 3 എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യുകയാണ്. ഡെൽറ്റ 3 is equal to ഡിറ്റർമിനൻറ്റ്. ഇവിടെ ഡെൽറ്റ 3 കിട്ടാനായിട്ട് തേർഡ് കോളം റിമൂവ് ചെയ്യണം. എന്നിട്ട് -1 11 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് കോളം 2 4 1 അത് സെയിം ആണ്. സെക്കൻഡ് കോളം -3 -1 4. തേർഡ് കോളം 1 3 -2. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് എലമെന്റ് 2 എടുക്കണം. എന്നിട്ട് 2 വരുന്ന റോയും കോളവും റിമൂവ് ചെയ്യണം. ബാക്കി -1 3 4 -2. എന്നിട്ട് മൈനസ് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ എലമെന്റ് -3 -3 എന്ന് വരും. ഡിറ്റർമിനൻറ്റ് ഈ -3 വരുന്ന റോയും -3 വരുന്ന കോളവും കളഞ്ഞാൽ 4 3 1 -2 ഇങ്ങനെ വരും. അടുത്തത് പ്ലസ് മൂന്നാമത്തെ എലമെന്റ് 1. എന്നിട്ട് 1 വരുന്ന
സോറി അപ്പം Δ3 നേരത്തെ നമ്മൾ തെറ്റിപ്പോയി എനിക്ക്. ഞാൻ ഇത് തന്നെ സെയിം ആയിട്ട് ഇട്ടു. 13 - 2 തന്നെ അത് റീറ്റെയിൻ ചെയ്തു. പക്ഷേ 13 - 2 അല്ല, -1 11 3 ആണ് ഇടേണ്ടത്. ഇനി നമുക്ക് വാല്യുവേറ്റ് ചെയ്യാം. 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് -1 11 4 3. 2 വരുന്ന റോയും കോളവും കളഞ്ഞാൽ ഇത് കിട്ടും. -3 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 4 11 1 3 എന്ന് കിട്ടും. പ്ലസ് തേർഡ് എലമെൻറ്റ് -1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ 4 - 1 1 4 എന്ന് കിട്ടും. ഇങ്ങനെ വരും. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് -1 ഇൻറ്റു 3 -3 -4 ഇൻറ്റു 11 44. ഇത് മൈനസ് പ്ലസ് 3 ആണ്. 3 ഇൻറ്റു 4 ഇൻറ്റു 3 12 -1 ഇൻറ്റു 11 11. ഇത് മൈനസ് 4 ഇൻറ്റു 4 16 -1. ഇവിടെ 2 ഇൻറ്റു -3 -44 -47. 2 ഇൻറ്റു -47 പ്ലസ് 12 3 ഇൻറ്റു 1. 12 - 11 is 1. 3 ഇൻറ്റു 1. ഇത് -16 പ്ലസ് 17 അല്ല 16 പ്ലസ് 7 അല്ല 16 പ്ലസ് 1 is equal to -94 plus 3 minus 17 is equal to -94 3 minus 17 minus 14 minus 108. അതാണ് Δ3. Δ3 is equal to -108. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടി. നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയുണ്ട്. Δ1/Δ. x is equal to Δ1/Δ is equal to -36/-36 is equal to 1. y-യുടെ ഫോർമുല Δ2/Δ is equal to -72/-36 is equal to 2. And z is equal to Δ3/Δ is equal to -108/-36 is equal to 3. എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2, ഇസഡിൻ്റെ വാല്യൂ 3. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇതേപോലുള്ള പ്രോബ്ലംസാണ് ബാക്കിയെല്ലാം. അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. 1-2 പ്രോബ്ലംസ് എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം.